Okay, good morning. Miss, attendance mark ചെയ്യട്ടെ? Mark your attendance. Today we are going to study about how to write a letter. Okay, how to write a letter. How to write a letter. There are two kinds of letters. There are two kinds of letters. Then personal letters and business letters. Personal letters or informal letters. Business letters or formal letters. Letters എഴുതുന്ന തന്നെ ലെറ്റേഴ്സ് തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Informal letter and formal letter. Do you know Miss, what? page കേൾക്കുന്നില്ലേ? number. അയ്യോ, who asked page number? Take your rough book. Okay. ഇന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതല്ല പറയുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ ലെറ്റർ എഴുതാം. ഓക്കെ, ടേക്ക് യുവർ റഫ് ബുക്ക് ഓർ ഇംഗ്ലീഷ് നോട്ട് ബുക്ക്. ബാക്ക് സൈഡ് ടു റൈറ്റ്. There are mainly two kinds of letters, formal and informal. Formal and informal. Formal letter. Formal letter and informal letter. Then there are two kinds of letter, formal letter and informal letter. Then formal letter, then there are two kinds of letters, formal letter and informal letter.
Then formal letter or personal letter. Formal letter എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സിന്, നമ്മുടെ റിലേറ്റീവ്സിന് ഒക്കെ എഴുതുന്ന കത്തുകളാണ് informal letters or personal letters. Personal letters or informal letters നമ്മുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, ഫാദറിന്, മദറിന്, ബ്രദർ അങ്ങനെ ഉള്ളവർക്ക് എഴുതുന്നതാണ് പേഴ്സണൽ ലെറ്റർ ഓർ ഇൻഫോർമൽ ലെറ്റർ. നെക്സ്റ്റ് ഫോർമൽ ലെറ്റർ ഓർ ബിസിനസ് ലെറ്റർ. Then business letters are formal letters required to be written while forwarding application, leave letter to your teacher or business person. അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഫോർമൽ ലെറ്റർ എഴുതുന്നത്. മനസ്സിലായോ? ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്റർ. ഇൻഫോർമൽ ലെറ്റർ ആർക്ക് എഴുതുന്നതാണ്? ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെയാണ്. ആൻഡ് ഫോർമൽ ലെറ്റർ നമ്മുടെ ടീച്ചേഴ്സ്, പ്രിൻസിപ്പാൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ലെറ്റേഴ്സ് ടു എഡിറ്റർ, ടു ന്യൂസ് പേപ്പർ അങ്ങനെയൊക്കെ എഴുതുന്നവരാണ് ഫോർമൽ ലെറ്റർ. നമുക്കിപ്പം നമ്മുടെ ഫ്രണ്ട്സിന് ഒരു കത്ത് എഴുതണമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് സൺഡേ നിങ്ങൾ ഒരു ക്രിക്കറ്റ് മാച്ചിനോ ഫുട്ബോൾ മാച്ചിനോ അല്ലെങ്കിൽ മൂവിക്കോ പോയി. നിങ്ങളൊരു ഫ്രണ്ടിനൊരു കത്ത് എഴുതണം. ആദ്യം ആ കത്ത് എഴുതുന്നതിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആദ്യം എഴുതേണ്ടതാണ് ദ ഹെഡിങ്. എന്താണ് ആദ്യം എഴുതേണ്ടത്? ദ ഹെഡിങ്. ദെൻ heading, the position of heading is at the top left hand. ഒരു പേപ്പറിൽ എപ്പോഴും ടോപ്പ് ലെഫ്റ്റ് ഹാൻഡിൽ, ഒരു പേപ്പറിന്റെ ലെഫ്റ്റ് സൈഡില് ടോപ്പിലാണ് ഹെഡിങ് എഴുതേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് കോർണർ ഓഫ് ദ ലെറ്റർ റൈറ്റ് യുവർ അഡ്രസ്. നിങ്ങളുടെ ഹെഡിങ് എന്താണ്? റൈറ്റ് യുവർ അഡ്രസ്. സപ്പോസ് നമ്മൾക്ക് ഒരു ഫ്രണ്ടിനാണെന്ന് വിചാരിച്ചു. ആദ്യം എന്താ എഴുതേണ്ടത്? ഓക്കെ, റൈറ്റ് യുവർ അഡ്രസ്. ആദ്യം നിങ്ങളുടെ അഡ്രസ് എഴുതണം. ഇപ്പോഴും ലെറ്റർ എഴുതുമ്പോൾ ലെറ്റർ എഴുതി കവറിലാക്കി നമ്മൾ സെൻഡ് ചെയ്യുകയാണല്ലോ പോസ്റ്റ് ഓഫീസ് വഴി. അപ്പം കവറിന്റെ മുകളിലാണ് ഫ്രണ്ടിന്റെ അഡ്രസ് എഴുതേണ്ടത്. അപ്പം ലെറ്ററിൽ നിങ്ങളുടെ പേരെഴുതുക മുകളിൽ. ഓക്കെ, ഏറ്റവും എവിടെ, ഏത് സൈഡിലാണ്? ലെഫ്റ്റ് ഹാൻഡ് കോർണർ ഓഫ് ദ ലെറ്റർ. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ സപ്പോസ് ഇങ്ങനെ ഒരു പേപ്പർ, വൈറ്റ് പേപ്പർ, ഒരു വൈറ്റ് പേപ്പർ എടുത്തു. ഇപ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് കോർണർ ഏതാണ്? ഇപ്പോൾ ഞാനാണ് നിങ്ങൾക്കൊരു കത്ത് എഴുതുന്ന ഓർത്തു. ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കോർണർ ഇതാണ്. ഇത് സപ്പോസ് മേരിക്കുട്ടി, ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ്. നെക്സ്റ്റ് എന്താ? നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ അഡ്രസ്സും എവിടെയാ താമസം എന്നൊക്കെ അറിയാം അല്ലേ? ഇനി അറിയത്തില്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരും കൂടെ എഴുതിക്കും. വയക്കര, പാടിയോട്ടിച്ചാൽ, ഏതെങ്കിലും. ഇപ്പൊ എന്റേതാണെങ്കിൽ മീന്തുള്ളി. ഇങ്ങനെ എഴുതി. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതിക്കുക. ആദ്യം ഒരു പേപ്പറിൽ, ഒരു പ്ലെയിൻ പേപ്പറിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങളുടെ പേര് എഴുതുക. വേഗം എഴുതണേ. പെൻസിൽ കൊണ്ട് എഴുതിയാൽ മതി. മിസ്റ്റേക്ക് ഒക്കെ നമുക്ക് തിങ്കളാഴ്ച ക്ലാസ് വരുമ്പോൾ ഞാൻ പിന്നെയും പഠിപ്പിക്കാം. ഓക്കെ, അടുത്ത സ്ഥലം, പ്ലേസ്. പ്ലേസ് എഴുതിക്കേ. ഏതാ നിങ്ങളുടെ പ്ലേസ്? അഞ്ചോ എന്തോ റിലു, നിങ്ങളൊരു പ്ലെയിൻ പേപ്പർ എടുക്കുക.
ഫസ്റ്റ് ഹെഡിങ് എന്നാണ് പറയുന്നത്. അതിൽ നിങ്ങളുടെ പേര് എഴുതുക. ഏത് സൈഡിലാണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, അതായത് ആ ബുക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ, ആ പേപ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ പേരും പ്ലേസും. നെക്സ്റ്റ് എന്താണ് വേണ്ടത്? ഡേറ്റ് 9/2/2022. ഓക്കെ, ഇങ്ങനെ എഴുതി. ഓക്കെ, നെക്സ്റ്റ് എന്താണ് വേണ്ടത്? ഫസ്റ്റ് ഹെഡിങ്. നോ, ഓക്കെ, വി റൈറ്റ് ദ ഹെഡിങ്. നെക്സ്റ്റ് സല്യൂട്ടേഷൻ ഓർ ഗ്രീറ്റിംഗ്. നമ്മൾ എങ്ങനെ ഗ്രീറ്റ് ചെയ്യുന്നു അടുത്തതായിട്ട്. അതായത് ടു റിലേറ്റീവ്സ് ഓർ ഫാമിലി മെമ്പേഴ്സ്, മൈ ഡിയർ. നിങ്ങളൊരു ഫ്രണ്ടിന് കത്തെഴുതുകയാണ്. ഓക്കെ, നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വൈകുന്നേരം ബർത്ത്ഡേ പാർട്ടിയുണ്ട്, നിങ്ങൾ വരണം എന്നും പറഞ്ഞ് നിന്റെ ഫ്രണ്ടിന് ഒരു കത്തെഴുതുകയാണെന്ന് വിചാരിച്ചു. അടുത്ത് ഇങ്ങനെ എഴുതി. നെക്സ്റ്റ് സല്യൂട്ടേഷൻ ഓർ ഗ്രീറ്റിംഗ്, മൈ ഡിയർ. ഇവിടെ നിന്ന് തുടങ്ങണേ. കുറച്ച് പാരഗ്രാഫ് പോലെ കുറച്ച് പ്ലേസ് ലീവ് ചെയ്തിട്ട് മൈ ഡിയർ, റഫ് പേപ്പറിൽ എഴുതിയ മൈ ഡിയർ എഴുതുക. നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേര് എഴുതിക്കേ. നിങ്ങൾ ആർക്കാണോ കത്ത് എഴുതുന്നത് അവരുടെ പേര് എഴുതുക. മൈ ഡിയർ എഴുതിയ. സൽന, do you write? No. My dear, your friend name. Next, അപ്പോൾ സല്യൂട്ടേഷൻ കഴിഞ്ഞു, ഗ്രീറ്റിംഗ്സ്. നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ നിങ്ങൾക്ക് മമ്മിക്കാണ് കത്തെഴുതുന്നത്. മൈ ഡിയർ മമ്മി, മൈ ഡിയർ ബ്രദർ, മൈ ഡിയർ ഫാദർ, അല്ലെങ്കിൽ അങ്കിൾ, എങ്ങനെ വേണേലും എഴുതാം മൈ ഡിയർ. നെക്സ്റ്റ്, ഇപ്പോൾ നമ്മുടെ എൽഡേഴ്സ്, അതായത് ഫാദർ, മദർ ഓർ സിസ്റ്റേഴ്സ്, ടു യങ്ങർ ആൻഡ് യങ്ങർ റിലേഷൻസ്. ഇപ്പൊ ഫ്രണ്ടിനാണെങ്കിൽ നിങ്ങൾക്ക് മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ എഴുതാം. ഡിയർ ഗോപാലൻ, മൈ ഡിയർ തോമസ്. ഇപ്പൊ നിങ്ങളെക്കാളും ഇളയവർക്ക്, അതായത് യങ്ങേഴ്സിനാണ് എഴുതുന്നെങ്കിൽ നിങ്ങൾക്ക് പേര് എഴുതാം. ഇപ്പോൾ മൈ ഡിയർ തോമസ്, മൈ ഡിയർ യങ്ങർ ബ്രദേഴ്സ് ഓർ സിസ്റ്റർ ഓർ യങ്ങർ ഫ്രണ്ട്, നിങ്ങൾക്ക് അവരുടെ പേര് എഴുതാം. ദാറ്റ് ഈസ് ദ ഗ്രീറ്റിംഗ്സ്. ഒന്നും കൂടെ പറയോ മോളെ? പേഴ്സണൽ ലെറ്റർ എഴുതാന് ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേരും സ്ഥലവും ഡേറ്റും എഴുതുക. ഓക്കെ, നെക്സ്റ്റ് സല്യൂട്ടേഷൻ ഓർ greetings. My dear Misha, or my dear uncle, or my dear father. നമ്മളിപ്പോൾ ഒരു കത്ത് എഴുതുന്നത് എങ്ങോട്ടാണ്? ബർത്ത്ഡേക്ക് വിളിക്കാനാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ടിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ മൈ ഡിയർ നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേര് എഴുതുക. നെക്സ്റ്റ്, ബോഡി ഓഫ് ദ ലെറ്റർ ഓർ തീർത്ഥലക്ഷ്മി. മിസ്, എനിക്ക് കറണ്ട് പോയായിരുന്നു. മിസ് പറഞ്ഞൊന്നും നമുക്ക് കേട്ടില്ല. ആണോ? കറണ്ട് പോയോ? ഇപ്പം പറയാവേ. ആദ്യം നെയിം എഴുതുക, പ്ലേസ് എഴുതുക, ഡേറ്റ് എഴുതുക. നെക്സ്റ്റ്, my dear friend or friend name, anything you can write. Next, body of the letter. അതിനുശേഷം നമ്മൾ കാര്യത്തിലേക്ക് എഴുതണം. ഓക്കെ, കാര്യങ്ങൾ എഴുതണം. എന്താണ് കാര്യങ്ങള്? എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ബർത്ത്ഡേക്ക് വിളിക്കുന്നതല്ലേ? അപ്പോഴെങ്ങനെയാണ് എഴുതുക? ഹൗ ആർ യു. നമ്മൾ ആദ്യം വിശേഷം ചോദിക്കണ്ടേ? ഹൗ ആർ യു എഴുതിക്കേ. ഹൗ ആർ യു ക്വസ്റ്റ്യൻ മാർക്ക്. ഹൗ ആർ യു എന്നൊക്കെ സ്പെല്ലിംഗ് അറിയില്ലേ? ഹൗ ആർ യു. ഹൗ ആർ യു. ഐ ആം വെരി ഫൈൻ. നിങ്ങൾക്ക് സുഖമാണെന്ന് എഴുതണം.
Okay, I am verified. Miss, Yes, Safa. ഞാൻ ഷെയർ ചെയ്യാമെന്ന് നോക്കട്ടെ. How are you? I am very fine. Fine. Miss, I am very fine. നമ്മൾ എഴുതണോ? ആ, നമ്മളിപ്പോ ഒരു കത്ത് എഴുതുവാണ് നിങ്ങളുടെ ഫ്രണ്ടിന്. അവരോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്, ഹൗ ആർ യു. എന്നിട്ട് നമ്മൾ പറയാം ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നു. നമ്മൾ കത്തല്ലേ എഴുതുന്നേ. ഐ ആം ഫൈൻ. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ബർത്ത്ഡേ എന്നാണെന്ന് പറയണം അല്ലേ? ആ, നിങ്ങളുടെ ബർത്ത്ഡേ എന്നാണെന്ന് പറയണം. ഇപ്പൊ നമുക്ക് ഇന്നെന്നോ അല്ലെങ്കിൽ നാളെന്നോ എന്തെങ്കിലും എഴുതാം അല്ലേ? ആ, സ്ക്രീൻ ആരാ വരയ്ക്കുന്നത്? You will be ടൈം കഴിയാൻ പോവുകയാണല്ലോ. മിസ്, അടുത്ത സെന്റൻസ് താഴെയാണ് എഴുതണ്ടേ? ആ, കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കോ കേട്ടോ. യു വിൽ ബി glad. You will be glad to know. Glad to know that my birthday falls on falls ആണ്. falls on എന്താണ്? 10th അല്ലേ? 10th. മിസ് 2S വേണോ? ആ, 2S വേണം. FALLS അത് ടൈപ്പ് ചെയ്ത് വന്നപ്പോ അങ്ങനെയായി. 10th. ബർത്ത്ഡേ എഴുതിക്കോട്ടെ. Of this month. മിസ് നമ്മളെ ബർത്ത്ഡേ ആയതിന്റെ നിങ്ങളുടെ ബർത്ത്ഡേയോ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അത് ഇതായി പോയി കേട്ടോ. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിക്കണേ. മന്ത്. I shall celebrate
I shall celebrate my birthday at my house I have invited only a few close members close members I hope you will accede request to attend the party. Okay. Then, how are you? I am fine. You will be glad to know that my birthday falls on 10th of this month. I shall celebrate my birthday at my house. I have invited only a few close members. I hope you will accede to my request to attend the party. Members a lot of friends are വേണ്ടത്. Friends, I hope you will accede to my request to attend the party. That is the body of the letter. Okay. നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി സമയം കഴിയുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ കൺക്ലൂഷൻ പഠിക്കാം. ഓക്കെ. നെക്സ്റ്റ് കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷനിൽ എന്താണ് പറയേണ്ടത്? ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ എല്ലാവരെയും അന്വേഷിച്ചതായി പറയണം. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെയല്ല പറയുന്നല്ലേ? എല്ലാവരെയും അന്വേഷിച്ചതായിട്ട് പറയണം, വീട്ടിലുള്ള എല്ലാവരെയും എന്നൊക്കെ പറയും. അതുപോലെ കൺക്ലൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, അല്ലെങ്കിൽ ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്യാവേ. ഓക്കെ. ബോഡി ഓഫ് ദ സെറ്റ്.
അടുത്ത ക്ലാസ് നമുക്ക് ലീവ് ലെറ്ററിനെ കുറിച്ച് പറയും. ഇത് ഫ്രണ്ട്ലി ലെറ്റർ ആണ് കേട്ടോ. ദിസ് ഈസ് ഇൻഫോർമൽ ലെറ്റർ. ഇൻഫോർമൽ ലെറ്റേഴ്സ് for parents, brother, sister, or friends, and in formal letters written to teachers or editor of the newspaper. Okay, that like formal letters. Okay. Complete ആയിരുന്നോ? Did you complete? No, miss. Yes, miss. Yes, miss. Okay. Mark your attendance. Okay. See you next club. Bye. Bye. Thank you, miss. Bye, miss. Bye. Thank you, miss.